സർവേഭ്യ നമസ്കാരഃ. ഇന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ശ്രീരാമോദന്തത്തിൻ്റെ ഒരു ശ്ലോകമുണ്ട്. രാവണസ്തു തതോ ഗത്വാ ധനാധിപം ജിത്വാ. ആ ശ്ലോകത്തിൻ്റെ പദവിവരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. രാവണഃ അകാരാന്തഃ പുല്ലിംഗഃ പ്രഥമ വിഭക്തി ഏകവചനമാണ് രാവണ ശബ്ദം. അതേപോലെ തു എന്നത് അവ്യയം. പിന്നെ തതോ എന്നത് തതഹ എന്നാണ്. അത് അവ്യയമായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ തസിൽ പ്രത്യയം എന്നും പറയും. കോമൺ ആയിട്ട് അവ്യയം എന്ന് എടുക്കാം. പിന്നെ ഗത്വ ഗം ധാതുവിൻ്റെ ത്വാന്തമാണ്. അതും അവ്യയമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ത്വാന്ത പ്രത്യയമായിട്ട് സ്വീകരിക്കാം. പിന്നെ രണേ അത് അകാരാന്ത പുല്ലിംഗ സപ്തമി വിഭക്തി ഏകവചനം. പിന്നെ ജിത്വ ജി ധാതു അതിൻ്റെ ത്വന്ത പ്രത്യയം ജിത്വ. പിന്നെ ധനാധിപം അകാരാന്ത പുല്ലിംഗ ദ്വിതീയ വിഭക്തി ഏകവചനമാണ്. ഓക്കെ. പിന്നെ ലങ്കാപുരീം ഈകാരാന്ത സ്ത്രീലിംഗ ദ്വിതീയ വിഭക്തി ഏകവചനം. പിന്നെ പുഷ്പകം അതും എന്താ പറയാ, അകാരാന്ത നപുംസകലിംഗ. അകാരാന്ത നപുംസകലിംഗ ദ്വിതീയ വിഭക്തി ഏകവചനം. പിന്നെ ച അവ്യയം. ഹൃത്വ ഹൃ ധാതുവിൻ്റെ ത്വാന്ത പ്രത്യയം. തത്ര അവ്യയം. അവസദ് ക്രിയാപദമാണ്. വസ് ധാതുവിൻ്റെ എന്താ പറയുക ലങ് ലകാരം പ്രഥമ പുരുഷ ഏകവചനം. പിന്നെ സുഖം അത് വന്നിട്ട് ക്രിയാവിശേഷണമാണ്. സുഖത്തോടെ വസിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ക്രിയയുമായിട്ട്, ക്രിയയുടെ വിശേഷണവുമായിട്ടാണ് അങ്ങനെ ഈ സുഖം എന്ന പദം വന്നിരിക്കുന്നത്. അതുകൊണ്ട് സുഖം എന്നത് ക്രിയാവിശേഷണം. ഓക്കെ. അപ്പോൾ ഇതെല്ലാമാണ് ആ ശ്ലോകത്തിൻ്റെ പദവിവരണം. ധന്യവാദ.